നമ്മളിനി വീണ്ടും മധുരപ്പള്ളിയിലെ ആനയുടെ മുറിവേറ്റ ആനയെ ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക് പോവുകയാണ്. ഈ മുറിവേറ്റ ആന ഏഴാറ്റുമുഖത്ത് ചാലക്കുടി പുഴയുടെ തുരുത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് സമയം ജനവാസ മേഖലയിൽ നിന്ന് ശേഷമാണ് ഈ ആനയുടെ പിന്മാറ്റം. അതേസമയം തന്നെ ആനയെ പിടികൂടുന്നതിനുള്ള കുങ്കി എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന ആനയാണ് അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചത്. ജോയ്മോൻ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. ജോയ്മോൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ആനയുടെ മുറിവ് നമ്മൾ കണ്ടിരുന്നു. അത് ഇൻഫെക്ഷനായി അതിൽ നിന്നും ഈ സ്രവങ്ങളൊക്കെ ഒലിച്ചു വരുന്നത്. അങ്ങനെ ആന വലിയ അവശ്യ നിലയിൽ അവിടെ തുടരുകയാണ്. ഇന്നിപ്പോൾ കുങ്കി ആനയെ എത്തിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് തുടർ ചികിത്സ? ഈ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിൽ തന്നെയാകുമോ ചികിത്സ മുന്നോട്ട് പോവുക? ഈ ആന അവശനായതുകൊണ്ട് തന്നെ മയക്കുവെടി വയ്ക്കുന്നത് എത്രത്തോളം നിർണായകമാകും ഇനി തുടർ ചികിത്സയിൽ? സേതു, 2 ദിവസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ ആനയെ ചികിത്സയിലേക്ക് കിടക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കുക. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ വെച്ചാൽ വയനാട്ടിൽ നിന്ന് കുങ്കി ആനയെ ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വിക്രം എന്ന ആനയാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 ആനകളെ കൂടി വരും ദിവസങ്ങളിൽ, അതായത് ഇന്നോ നാളെയായിട്ട് എത്തിച്ച് ദൗത്യത്തിലേക്ക് കടക്കാനാണ് വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ DFO അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വം തന്നെയായിരിക്കും ചികിത്സ നടത്തുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായിരുന്നാൽ ഇപ്പോൾ മറ്റ് 2 ആനകളെ എത്തിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ തന്നെ കോടനാട് കൂടിൻ്റെ പണികൾ അതുപോലെ തന്നെ ബലപ്പെടുത്തുന്ന പ്രവർത്തികൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തികൾക്ക് ശേഷം കൂട് സജ്ജമായതിനു ശേഷം മാത്രമേ ഉള്ളൂ ഇവിടെ ചികിത്സയോ അതുപോലെ തുടങ്ങിയ ദൗത്യങ്ങളിലേക്ക് കടക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കുങ്കിയാനെ എത്തിച്ചതിനൊപ്പം തന്നെ പരിക്കേറ്റ ആന ഇതുപോലെ ജനവാസ മേഖലയിൽ മണിക്കൂറുകളായിട്ട് ജനവാസ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. നേരത്തെ ഏഴാറ്റുമംഗലത്ത് ഇതുപോലെ ആൻഡു എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ആന നിലയുറപ്പിച്ച് അവിടുത്തെ വാഴകൃഷികളും അതുപോലെ തന്നെ തെങ്ങിൻ തൈകളും ഒക്കെ ഉൾപ്പെടെ നശിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ആന ചാലക്കുടി പുഴ കടന്ന് തുരുത്തിലേക്ക് കയറിയെങ്കിലും വീണ്ടും ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആന എത്തി എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ, അതായത് നാളെ വൈകിട്ടത്തെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടിയാണ് ഇപ്പോൾ ദൗത്യം ആരംഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം എന്ന രീതിക്ക് ഇപ്പോൾ കുങ്കിയാനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനയുടെ മുറിവ് അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ശരി, ജോയ്മോനാണ് വിവരങ്ങൾ നൽകിയത്.